എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 14ാമത്തെ ഗഡു വിതരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഏത് സമയത്ത് നമുക്ക് ആ വിതരണം ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു അറിയിപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് സീഡിങ് ഇപ്പോൾ കുറച്ച് യെസ് ആയിരുന്നവരുടെയൊക്കെ ഇപ്പോഴത്തെ അപ്ഡേഷൻ പ്രകാരം നമുക്കത് നോ ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്റ്റാറ്റസിൽ കയറി ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ, നിങ്ങളുടെ ലാൻഡ് സീഡിങ് ഇപ്പോൾ നോ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ ഇപ്പോൾ ലാൻഡ് സീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സോൾവ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ക്ലിയർ ആക്കി തന്നെ വിടുന്നുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട. എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെച്ചിരിക്കുന്നവർക്ക് ലാൻഡ് സീഡിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. അവരത് യെസ് ആക്കി വിടുന്നുണ്ട്. അപ്പോൾ ചില അപ്ഡേഷൻ്റെ പ്രകാരമാണോ ഇനി അവർ ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണെന്ന് അറിയില്ല. ചില ലാൻഡ് സീഡിങ് യെസ് ആയവരുടെ നോ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് 13ാമത്തെ ഗഡു വിതരണം നമുക്ക് ഫെബ്രുവരി 27-ാം തീയതി ആയിരുന്നു നമുക്ക് 13ാമത്തെ ഗഡു നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നും ഒരു 27 ജൂൺ 27. ഒരു പക്ഷേ ഇന്നും നമുക്ക് ആ തുക പ്രതീക്ഷിക്കാം. പക്ഷേ അതിനെപ്പറ്റിയുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വിതരണത്തെ പറ്റിയുള്ള രീതികളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്നൊരു 27-ാം തീയതിയാണ് നമുക്ക് അത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എല്ലാവരും ഏതായാലും അക്കൗണ്ടുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക. ഇപ്പോൾ PM കിസാൻ്റെ ഭാഗത്തു നിന്നൊരു അപ്ഡേഷനും വന്നിട്ടില്ല. എങ്ങനെയാണ് വിതരണത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും രീതികളെപ്പറ്റിയും ഒന്നും. ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. 13-ാം തീയതി ആയിരുന്നു 13ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയത് 27-ാം തീയതി ഫെബ്രുവരി ആയിരുന്നു. അപ്പോൾ ഇന്നും ഒരു 27 നമുക്കൊരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു അപ്ഡേഷനായിട്ടും വന്നിട്ടില്ല. പിന്നെ അത് അവർ ഇത്രയും താമസിച്ചുകൊണ്ട് തന്നെ ഒരു അറിയിപ്പോ ഇല്ലാതെ തന്നെ അത് നമുക്ക് വിതരണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. KYC, ബാങ്ക് സീഡിങ് അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതാണ്. ഇനി ലാൻഡ് സീഡിങ്ങിൻ്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അത് കുറച്ച് പേർക്കൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ ലാൻഡ് സീഡിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളവരുടെയൊക്കെ വിതരണം ഇനി 14 കഴിഞ്ഞ ഉടനെ 15ാമത്തിൻ്റെ കൂടെയല്ല, ചിലപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരത്തില്ല. 14 ഇനി അടുത്ത 15ാമത്തെ ഗഡു കിട്ടുന്നിടം വരെയുള്ള ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് തന്നെ ബാക്കിയുള്ളവരുടെ വിതരണങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപ്രകാരം നിങ്ങൾ വിഷമിക്കേണ്ട. ലാൻഡ് സീഡിങ് നോ ആയവർക്ക് 14ാമത്തെ ഗഡു കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് 15ാമത്തെ ഗഡുവിന് മുമ്പായി തന്നെ നിങ്ങളുടെ വിതരണം ബാക്കി പൂർത്തീകരിക്കുന്നതാണ്. അത് അവിടുത്തെ കുറച്ച് അപ്ഡേഷൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇപ്പോൾ ഡിലേ ആവുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. PM കിസാൻ സമ്മാൻ നിധിയുടെ 14ാമത്തെ ഗഡു വിതരണം ഏത് സമയത്തും ആരംഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.